അടുത്തിടെയായിട്ട് നമ്മുടെ സുപ്രീം കോടതിയിൽ വരുന്ന പല വിധികളും അത് ബി ജെ പിക്കും ഒപ്പം തന്നെ മോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ തന്നെ ഒരു തിരിച്ചടിയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇലക്ട്രൽ ബോണ്ടുകളാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കാനുള്ള തീരുമാനമെടുത്തതോടെ ബി ജെ പി വെട്ടിലായി എന്ന് മാത്രവുമല്ല, ഇനി അത്തരത്തിലൊരു കളി നടക്കില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പണം എങ്ങനെ കണ്ടെത്തും എന്നുള്ള പ്രതിസന്ധിയിൽ നിൽക്കുന്നതിനിടെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ മറ്റൊരു വിധി കൂടെ വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവർ കോഴ വാങ്ങിക്കൊണ്ട് വോട്ട് ചെയ്യുന്ന രീതി, അത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലാകട്ടെ, അങ്ങനെ കോഴ വാങ്ങിക്കൊണ്ട് വോട്ട് ചെയ്യുന്ന ആരായാലും അവർക്കെതിരെ ക്രിമിനൽ കുറ്റമാണെന്നും അവർക്ക് പിന്നീടുള്ള ശിക്ഷാ നടപടികൾ ഇല്ലെങ്കിൽ കോടതി നടപടികൾ അവർ നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും വോട്ട് ചെയ്യാൻ കോഴ വാങ്ങുന്ന MP-മാർക്കും MLA-മാർക്കും പാർലമെന്ററി പരിരക്ഷ ഇല്ലെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. വോട്ടിന് കോഴ വാങ്ങുന്ന ജനപ്രതിനിധികൾ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസിൽ വിചാരണ നേരിടണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രത്യക്ഷത്തിൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഈ കോഴ കേസുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ താമര, ഓപ്പറേഷൻ ലോട്ടസ് എന്നൊക്കെ പറയുന്ന പണം കൊടുത്ത് കൂറുമാറ്റുന്ന പരിപാടികൾ, ഒപ്പം തന്നെ അങ്ങനെ വോട്ട് ചെയ്യിക്കുന്ന പരിപാടികളൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ സമീപകാലങ്ങളിൽ വലിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനൊക്കെ തന്നെ ഒരു പ്രത്യേക നിയമം അല്ലെങ്കിൽ ഒരു പരിരക്ഷ, പാർലമെന്ററി പരിരക്ഷ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി അത് പറ്റില്ല. അങ്ങനെ കോഴ വാങ്ങി വോട്ട് ചെയ്യുന്നവരൊക്കെ തന്നെ പൂട്ടും എന്ന നിലപാട് സുപ്രീം കോടതി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പല സംസ്ഥാനങ്ങളിലെയും MLA-മാരെയും MP-മാരെയും ഒക്കെ തന്നെ വിലയ്ക്ക് വാങ്ങി അവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്ന രീതികളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനി നടപ്പാക്കില്ല എന്ന് മാത്രവുമല്ല, അത്തരത്തിൽ ഒരു നടപടി ഉണ്ടായാൽ അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി പല സർക്കാരുകളെയും വീഴ്ത്താനുള്ള BJP-യുടെ ശ്രമം ഇതോടുകൂടി അസാധുവാകും, ഇല്ലെങ്കിൽ നടക്കാതെ പോകും എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അടുത്തിടെ നടന്ന വിഷയങ്ങളിൽ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ ഓപ്പറേഷൻ താമര വഴി ഇതേപോലെ BJP പണം കൊടുത്ത് വോട്ട് ചെയ്യിച്ച MP-മാരും MLA-മാരും ഒക്കെ ഉണ്ട്. അവരുടെ കേസ് കൂടി വരികയാണെങ്കിൽ ചിലപ്പോൾ ചില നിർണായകമായ വിധികൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകാം എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുക. എന്തായാലും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്നിവയിൽ പണം വാങ്ങി വോട്ട് ചെയ്യുന്ന ജനപ്രതിനിധികൾക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നതാണെന്നും സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണബെഞ്ച് ഇന്ന് വിധിച്ചിട്ടുണ്ട്. ഒപ്പം വോട്ടിന് കോഴ വാങ്ങിയ കുറ്റത്തിന് ജനപ്രതിനിധികളെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് 1998 സുപ്രീം കോടതി 5-അംഗ ബെഞ്ച് ഒരു വിധി പ്രഖ്യാപിച്ചിരുന്നു. നരസിംഹ റാവു കേസിലെ ഈ വിധിയാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 7-അംഗ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നത്. കൈക്കൂലി വാങ്ങുന്നത് കുറ്റകൃത്യമാണെന്നും അതിന് ജനപ്രതിനിധി എന്ന നിലയിൽ പരിരക്ഷ അവകാശപ്പെടാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ 105(2), 194(2) എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള പരിരക്ഷ ഇനി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് അവകാശപ്പെടാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി ഇന്നത്തോടെ വ്യക്തമാക്കുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് കുറച്ചുകൂടി നമുക്ക് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ, അതായത് ദ്രൗപദി മുർമുവിന് സ്ഥാനാർത്ഥിയായി NDA സ്ഥാനാർത്ഥിയായി ദ്രൗപദി മുർമു വരുന്ന സമയത്ത് അതിൽ വോട്ട് ചെയ്യാൻ വേണ്ടി നിയമസഭകൾക്ക് അധികാരമുണ്ട്, MLA-മാർക്ക് അധികാരമുണ്ട്. അതിൽ നമ്മുടെ നിയമസഭയിൽ നിന്ന് ദ്രൗപദി മുർമുവിന് എതിരെ 139 വോട്ടുകൾ ലഭിച്ചപ്പോൾ ഒരു വോട്ട് ദ്രൗപദി മുർമുവിന് അനുകൂലമായി പോയിട്ടുണ്ടായിരുന്നു. ആ വോട്ട് ആരാണ് ചെയ്തത് എന്ന കാര്യം ഇതുവരെ ആർക്കും അറിയില്ല. പിന്നെ അതിനെ പറ്റി അന്വേഷിച്ച് ആരും പോയിട്ടുമുണ്ടായിരുന്നില്ല. അന്ന് തന്നെ ഈ ദ്രൗപദി മുർമുവിന് വോട്ട് ചെയ്തത് കോഴ വാങ്ങിയിട്ടാണ് എന്ന ആക്ഷേപം പരക്കെ ഉയർന്നിരുന്നെങ്കിൽ പോലും പിന്നീട് അതിന്റെ പുറകിൽ ആരും പോകാത്തതുകൊണ്ട് ആരാണെന്ന് അറിഞ്ഞിരുന്നില്ല. അതിന് സമാനമായ ഒരു കേസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ അത് ലോക്സഭയിൽ നിന്നുള്ള MP-മാരാകട്ടെ ഇല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളിൽ നിന്നുള്ള MLA-മാരാകട്ടെ, അവർ ഏതെങ്കിലും രീതിയിൽ കോഴ വാങ്ങിക്കൊണ്ട് രാജ്യസഭയിലേക്കുള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് വോട്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജനപ്രതിനിധി എന്ന രീതിയിലുള്ള ഒരു പരിരക്ഷ ലഭിക്കില്ല എന്ന് മാത്രമല്ല, ക്രിമിനൽ കേസ് എന്ന രീതിയിൽ അവർ വിചാരണ നേരിടേണ്ടി വരും എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ വരാൻ പോകുന്ന പല രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇത് വളരെ നിർണായകമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. വിപ്പ് ലംഘിച്ചുകൊണ്ട് പോലും ആളുകൾ MLA-മാരും MP-മാരും ഒക്കെ തന്നെ വോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലൊരു പരിരക്ഷ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും നാളും ഒന്നും ചെയ്യാനാകാതെ കോടതികൾക്ക് മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ മൗനമായി നിന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ കോടതി വിധിയോടുകൂടി പൂർണ്ണമായും അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ കൈക്കൂലി വാങ്ങി വോട്ട് ചെയ്താൽ അത് കൃത്യമായി പിടിക്കപ്പെടും, അതിനെതിരെ നടപടി ഉണ്ടാകും അതിനെതിരെ ക്രിമിനൽ കേസ് എടുത്ത്
നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് വരാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതിൽ BJP വലിയ നേട്ടം പ്രതീക്ഷിക്കുന്ന പല രാജ്യസഭാ സീറ്റുകളിലും ഈ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ, ഈ ഒരു കോടതിയുടെ ഈ ഒരു പ്രസ്താവന, ഈ ഒരു ഉത്തരവ് വന്നതോടുകൂടി അവിടെ ഒക്കെ തന്നെ പണമിറക്കി വോട്ട് നേടാനുള്ള ശ്രമങ്ങൾ BJP ഇതോടുകൂടി അവസാനിപ്പിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും മോദിക്കും അമിത്ഷായ്ക്കും അടുത്തിടെ കിട്ടുന്ന സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അടിയാണ് ഈ കോഴ വാങ്ങിക്കൊണ്ട് വോട്ട് ചെയ്യാനുള്ള ആ നീക്കം, MLA-മാരുടെ MP-മാരുടെ നീക്കം. അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അത് ക്രിമിനൽ കുറ്റമാണ് എന്നുമുള്ള കോടതി ഉത്തരവ്. ഏതായാലും ഇതിനെ എങ്ങനെ മറികടക്കും, ഇതിനെ എങ്ങനെയായിരിക്കും വിമർശിക്കാൻ പോവുക എന്നുള്ള കാര്യമാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. കാരണം ഇതിനു മുമ്പ് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയ സമയത്ത് അത് കൃഷ്ണനെ കാണാനെത്തിയ കുചേലന്റെ അവിൽപ്പൊതിയായി ഒക്കെ തന്നെ ന്യായീകരിക്കാനാണ് മോദി ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനെ എന്ത് ചരിത്രം പറഞ്ഞ്, ഇല്ലെങ്കിൽ എന്ത് കഥ പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കും എന്നാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണുന്നത്. എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് BJPക്ക് അടുത്തിടെ കിട്ടുന്ന രണ്ടാമത്തെ ഒരു വലിയ അടി കൂടിയാണ് ഈ കോഴ വാങ്ങി വോട്ട് ചെയ്യുന്ന പരിപാടി. അത് ക്രിമിനൽ കുറ്റമാണെന്നുള്ള വിധി പ്രസ്താവം.